ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം വളരെ രസകരമായിട്ട് ഇന്നും ഓർമ്മിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിച്ചു. മദ്രാസിലെ ഒരു കൺസൾട്ടൻ്റ് കൊണ്ട് അതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും എല്ലാ ബാങ്കുകൾക്കും ഇങ്ങനെ ഒരു വലിയ ലോൺ തരാനായിട്ട് ഷൈ ആയി. ഒരു ബാങ്ക് പോലും ഈ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ അവർ ലോൺ കൊടുക്കില്ല. അപ്പോൾ പല ബാങ്കും ഞങ്ങൾ പോയിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിനുള്ള സ്കോപ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ലോൺ അനുവദിക്കാൻ പറ്റില്ല. ഒരു ഇക്വിറ്റി നമ്മൾ കളക്ഷനും ഷെയർ കളക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഷെയറിൻ്റെ എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ഉണ്ടായിരുന്ന പൈസയും നമ്മുടെ ഫണ്ട്സ് എല്ലാം ഉള്ള ബില്ലിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ എന്നാലും നല്ലൊരു കോമ്പണൻ്റ് ലോൺ ആയിരിക്കണം. അപ്പോൾ അതിന് ബാങ്കിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അന്ന് ഹെൽപ്പ് ചെയ്തത് KSIDC ആണ്. അന്ന് ആ KSIDCയിലെ ചെയർമാനായിരുന്ന TK നായരെയും അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അമിതാഭ് കാന്ത്, അദ്ദേഹം ഇന്ന് വളരെ വലിയ പൊസിഷനിലാണ്, G20യുടെ ചാർജാണ്. അന്ന് അദ്ദേഹം KSIDC ഉണ്ടാകുന്നപ്പോൾ അതിൻ്റെ ആ ഡൈനാമിസം ഉണ്ട്. ഞങ്ങൾക്ക് ലോൺ മാത്രമല്ല ഒരു ഇക്വിറ്റി പാർട്ടിസിപ്പേഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ KSIDC റെക്കഗ്നൈസ് ചെയ്ത ഒരു പ്രോജക്റ്റാണെന്ന് പറയുമ്പോൾ അതിന് ഒരു വിലയുണ്ട്. അപ്പോൾ നാഷണൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഒരു ബോർഡിൻ്റെ ഒരു ജാപ്പനീസ് ലോണെല്ലാം വന്ന സമയമാണ്. അപ്പോൾ അവരും ഞങ്ങൾക്ക് ഒരു നല്ല ലോൺ തന്നു. അതിൻ്റെ ചാർജിൽ ഒരു മിസ്റ്റർ സുരേഷ് ഉണ്ടായിരുന്നു. അദ്ദേഹവും വളരെ ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ തുടങ്ങിയത്. ആദ്യം 250 ബെഡ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വന്നു. നല്ല ഒരു ക്വാളിറ്റിയുള്ള ഹോസ്പിറ്റൽ, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വേണ്ട, നല്ല ഗവേണൻസും വെച്ച് മാനേജ് ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്നും ആ സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ ഒരു ഹോസ്പിറ്റലാക്കി എങ്ങനെ പോകണമെന്നുള്ള ഒരു ഐഡിയ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഈ ലോൺ കിട്ടിയത് കാരണം, പക്ഷേ ഇത് ഹെവി ഇൻട്രസ്റ്റ് ഉള്ള ലോൺസാണ് ഇതെല്ലാം. പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ എൻ്റെ ക്ലാസ്മേറ്റ്സും നല്ല ഡോക്ടേഴ്സെല്ലാം കിട്ടി. അപ്പോൾ നല്ല ഡോക്ടേഴ്സിനെല്ലാം കിട്ടിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്തു. ഒരു 3rd ഇയർ ആയപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ഇവൻ ആകാൻ തുടങ്ങി. ഇറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ അത് ഒരു 5th ഇയർ ആണെന്ന് തോന്നുന്നു നമുക്ക് ഡിവിഡൻഡ് വരെ കൊടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ 5th ഇയർ ആണോ 6th ഇയർ ആണ്, പക്ഷേ ഡിവിഡൻഡ് വളരെ ഏർലി ആയിട്ട് സാധാരണ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതിൻ്റെ വളരെ ഏർലി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും.